വെൽക്കം ടു ചാനൽ ഷിമ്മർ ആൻഡ് ഷൈൻ. ഞാനിന്നൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിലായാലും ഫ്രണ്ട്സ് ആയാലും നമുക്കറിയാവുന്ന കുറേ പേര് നമ്മുടെ റിലേറ്റീവ്സൊക്കെ മെജോറിറ്റി ഓഫ് ദ വിമൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ് UTI, വജൈനൽ ഡ്രൈനസ്, വജൈനൽ ഫോൾ സ്മെല്ല്, വജൈനൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ കുറേ വുമൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഇതാണ് പ്രൊഡക്റ്റ്. കുറേ പേർക്ക് അറിയായിരിക്കും, പ്രൊഡക്റ്റിനെ കുറിച്ച് ഫെമിലിയർ ആയിരിക്കും. അറിയാത്ത ആൾക്കാർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രൊഡക്റ്റിൻ്റെ പേരാണ് ബി വാഷ് പ്ലസ്. ഈ പ്രൊഡക്റ്റ് ഞാൻ കുറേ യൂസ് ചെയ്തു കേട്ടോ, അത് കാരണമാണ് ഈ പാക്കേജിംഗ് ഒക്കെ ഇങ്ങനെ ആയത്. അപ്പോൾ ഇഗ്നോർ ദ പാക്കേജിങ്. അപ്പോൾ ഫസ്റ്റ് പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു പിങ്ക് ആൻഡ് സിൽവർ ടോണിലാണ് ഈ പാക്കേജിങ് വരുന്നത്. വളരെ നല്ല പാക്കേജിംഗ് ആണ്. അതിൽ എഴുതിയിട്ടുണ്ട് യുണീക്ക് pH ബാലൻസ് ആൻഡ് ഫോർമുല ഓഫ് ലാക്റ്റിക് ആസിഡ്. സോ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഇങ്ങനെ ഒരു സ്ലിം ബോട്ടിലാണ് വരുന്നത്. ഒരു എഗെയിൻ പിങ്ക് ആൻഡ് വൈറ്റ് ടോൺ ആണ് പാക്കേജിങ്. സോ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഫീമെയിൽസിന് നമുക്ക് വജൈനൽ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഏരിയാസ് ഒക്കെ വാഷ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് പറയുന്ന പോലെ തന്നെ യുണീക്ക് pH ബാലൻസ് ആൻഡ് ഫോർമുല ഓഫ് ലാക്റ്റിക് ആസിഡ് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇൻറ്റിമേറ്റ് ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം ഈ പ്രൊഡക്റ്റ്. ആൻഡ് ഈ പ്രൊഡക്റ്റിൻ്റെ pH ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. pH 3.5 എന്ന് പറയുന്നുണ്ട്. ഇത് മെയിൻലി എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വജൈനയിൽ ഓൾറെഡി ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയാസ് ലാക്റ്റിക് ആസിഡും ഹൈഡ്രജൻ പെറോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യും വജൈനയിൽ. സോ അതിൻ്റെ pH എന്ന് വന്നിട്ട് അസിഡിക് pH. അത് കാരണമാണ് വജൈനയ്ക്ക് അസിഡിക് pH വരുന്നത്. ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ആവുന്ന കാരണമാണ് അസിഡിക് pH വരുന്നത്. സോ നോർമൽ റേഞ്ച് ഓഫ് pH എന്ന് വെച്ചാൽ 3.5 to 4.5 ആണ്. സോ അഗെയിൻ അപ്പോൾ നമുക്ക് 3.5 ആണ് ഇവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ pH. സോ ഇറ്റ് മാച്ചസ് വിത്ത് ദ pH ഓഫ് ദ വജൈന. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ മെയിൻ pH ആണ് മെയിൻ ഫാക്ടർ. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്, പിന്നെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 years ഉണ്ട് ഈ പ്രൊഡക്റ്റ്. 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് ആണ് എക്സ്പയറി ഡേറ്റ്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാക്റ്റിക് ആസിഡാണ് ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റ്. ലാക്റ്റിക് ആസിഡ് 1 to 2% വെയിറ്റ് ബൈ വോളിയം കൊടുത്തിട്ടുണ്ട്. അതാണ് കീ ഇൻഗ്രീഡിയൻറ്റ്. അത് കാരണം തന്നെ നമ്മുടെ വജൈനൽ pH ബാലൻസ് ആവുന്നതും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരുവിധ ഇറിറ്റേഷൻസ് ഇല്ലാതിരിക്കുന്നതും. പിന്നെ അഗെയിൻ അതർ ഇൻഗ്രീഡിയൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എൻറിച്ച്ഡ് വിത്ത് സീ ബക്തൻ ഓയിൽ ആൻഡ് ടീ ട്രീ ഓയിൽ. സീ ബക്തൻ ഓയിൽ എന്ന് വെച്ചാൽ അതൊരു ഹിമാലയാസിലൊക്കെ കണ്ടുവരുന്ന ഒരു ഷ്രബാണ്. ഈ ഷ്രബിൻ്റെ ലീവ്സും സീഡ്സ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്ന ഓയിലാണ് ഈ സീ ബക്തൻ ഓയിൽ. ഇത് നമുക്ക് വജൈനൽ ഡ്രൈനസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടീ ട്രീ ഓയിൽ. ടീ ട്രീ ഓയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് ടീ ട്രീ ഓയിലിനും. ടീ ട്രീ ഓയിൽ അഗെയിൻ നമുക്ക് ടിഷ്യൂ ഹീലിംഗ്, അവിടെ വല്ല കട്ടോ വൂണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് റെഡ്യൂസ് ചെയ്യാനും വേഗം ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും പറ്റും ആ ടീ ട്രീ ഓയിൽ. പിന്നെ ഈ പ്രൊഡക്റ്റ് 100 ml ഓഫ് പ്രൊഡക്റ്റാണ് ഈ ഒരു ബോട്ടിലുള്ളത്. ഇത് അറൗണ്ട് 180 rupees ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇതിനേക്കാളും സ്മോൾ ബോട്ടിലുണ്ട്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തതൊരു സ്മോൾ ബോട്ടിലായിരുന്നു. അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഐ തിങ്ക് 45 rupees ആണ്. അത് കഴിഞ്ഞു ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സെക്കൻഡ് അഗെയിൻ ഒരു 100 ml ഓഫ് പ്രൊഡക്റ്റ് വാങ്ങിയത്. ഇതിപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 3 months യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലോണം ഉണ്ട് കേട്ടോ 100 ml ഓഫ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെയിലി 2 to 3 times എന്തായാലും യൂസ് ചെയ്യാം. കുറച്ചായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു എന്താ പറയുക വജൈനൽ ഇച്ചിനസ് അല്ലെങ്കിൽ ഫോൾ സ്മെല്ലൊക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല, കാരണം അത് ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും വജൈനൽ ഫോൾ സ്മെല്ല്, ഒരു സ്മെല്ല് ഉണ്ടാവും. ബട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ടു ആൻ എക്സ്റ്റെൻഡ് റെഡ്യൂസ് ചെയ്യാം. പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ലൈക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, ഇതേപോലെ തന്നെ വജൈനൽ റിലേറ്റഡ് പ്രോബ്ലംസ് കുറേ ഉണ്ടാവും. നമ്മൾ വിമൻസ് ഫേസ് ചെയ്യുന്നതാണ്. ഈ പ്രോബ്ലമൊക്കെ നമുക്കൊരു പരിധി വരെ ഒരു ടു ആൻ എക്സ്റ്റെൻഡ് നമുക്ക് ഡെഫിനറ്റ്ലി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഏരിയയുടെ pH ആയിട്ട് ഡെഫിനറ്റ്ലി ഇത് മാച്ച് ആവും. അപ്പോൾ അത് കാരണം തന്നെ യാതൊരുവിധ പ്രോബ്ലംസ് ഉണ്ടാവില്ല. കുറേ സ്ത്രീകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സോപ്സ് യൂസ് ചെയ്യും ആ വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട്.
സോപ്പ് എന്താണെന്ന് വെച്ചാൽ ആൽക്കലൈൻ പി എച്ച് ആണ് സോപ്പിന്. 8 to 10 ആണ് സോപ്പിന്റെ പി എച്ച്. സോ ഈ സോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ആവും, നമ്മുടെ വജൈനൽ പി എച്ച് ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. കാരണം സോപ്പ് ആൽക്കലൈൻ പി എച്ച് വജൈനൽ അസിഡിക് പി എച്ച് ആണ്. അപ്പോൾ ഈ ആൽക്കലൈൻ സോപ്പ് നമ്മൾ അസിഡിക് ഏരിയയിൽ റബ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. UTI, വജൈനൽ റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇച്ചിനെസ് ഒക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഇൻറ്റിമേറ്റ് വാഷസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എനിക്കറിയില്ല നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊക്കെ വി വാഷ് അവൈലബിൾ ആണോ എന്ന്. കാരണം ഞാൻ പണ്ട് മിഡിൽ ഈസ്റ്റിൽ ബെറ്റാഡി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു യൂസ് ചെയ്തത്. അതും നല്ലൊരു പ്രൊഡക്റ്റാണ്. ബട്ട് ഞാൻ നമ്മുടെ ഇന്ത്യയിൽ നോക്കിയപ്പോൾ കുറേ ഷോപ്സിൽ ഞാൻ തിരഞ്ഞു, ബട്ട് ബെറ്റാഡിൻ അവൈലബിൾ ആയിരുന്നില്ല. അവരൊക്കെ പറഞ്ഞത് വി വാഷ്, പിന്നെ വി വാഷിൻ്റെ കുറേ ആഡ്സും എല്ലാം ഞാൻ ടി വിയിൽ കണ്ടു. അപ്പം വൈ നോട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. വളരെ യൂസ്ഫുൾ ആണ് വി വാഷ്. ബെറ്റാഡിൻ പോലെ തന്നെ നല്ലൊരു ഇതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് തുറന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലിക്വിഡ് വാഷാണിത്. ഒരു ട്രാൻസ്പെറൻറ്റ് കളർലെസ് ലിക്വിഡാണ് ഇത്. നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് അത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസിൽ അപ്ലൈ ചെയ്തിട്ട് ലൂക്ക് വാം വാട്ടർ വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയാം. അങ്ങനെയാണ് ഇതിൻ്റെ യൂസ്. 2 to 3 times ഡെയിലി യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇച്ചിനസ് അല്ലെങ്കിൽ ഫോൾ സ്മെല്ലിനൊക്കെ ഡെഫിനറ്റ്ലി ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി, നമുക്ക് പോകുമ്പോൾ പുറത്ത് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാം. എനിക്കിതുവരെ ലീക്കിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല പ്രൊഡക്റ്റിനെ വെച്ചിട്ട്. പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് ഈ പ്രൊഡക്റ്റ്. അപ്പം അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെ പ്രഗ്നൻറ്റ് വിമൻസ് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഡോക്ടറായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യാം. ഈവൻ നമ്മുടെ ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം. ഇറസ്പെക്റ്റ് ഓഫ് ദ ഏജ് ഗ്രൂപ്പാണ് ഇതിൻ്റെ യൂസ്. ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാം. പിന്നെ മെയിൻ അപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ വെച്ചാൽ ലാക്റ്റിക് ആസിഡാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വജൈനയിലും ലാക്റ്റിക് ആസിഡ് ഉണ്ട്. സോ ഇതും ലാക്റ്റിക് ആസിഡാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ വജൈനയിൽ പോകുമ്പോൾ pH ആയിട്ട് മാച്ചായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടാവേണ്ട, ഒരു ഇറിറ്റേഷനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വജൈനൽ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, വജൈനൽ ഡ്രൈനസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊണ്ട് മാത്രം നമുക്ക് 100% റിസൾട്ട് കിട്ടുന്നതെന്ന് ഞാൻ പറയില്ല. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ യൂറിനറി ട്രാക്ട്, യൂറിനറി റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ തടയാനായിട്ട് നമ്മൾ ഡെയിലി 3 to 4 liter ഓഫ് വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്ലസ് ക്രാൻബെറി ഫ്രൂട്ട്സ് ഉണ്ട്. ക്രാൻബെറി ഫ്രൂട്ട് കൺസ്യൂം ചെയ്യാനും ജ്യൂസായിട്ട് കുടിക്കാനൊക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഡെയിലി നമ്മളൊരു പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് കുറേ ഇങ്ങനത്തെ വെജൈനൽ റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ, ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. വി വാഷ് പ്ലസ് എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. അപ്പം നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ട്രൈ ചെയ്ത ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അറിയാം ഈ പ്രൊഡക്റ്റ് എന്താണെന്ന്. ട്രൈ ചെയ്യാത്ത ആൾക്കാർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്, നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസേ ഉള്ളൂ. 180 rupees-ആണ്. നമുക്ക് എങ്ങനെ ഒരു 5 to 6 months യൂസ് ചെയ്യാം ഈ പ്രൊഡക്റ്റ്. പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ യാതൊരുവിധ ഇറിറ്റേഷനും ഉണ്ടാവില്ല ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തെറ്റൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞതിൽ, ബട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക എന്തൊക്കെ മിസ്റ്റേക്ക്. ഞാനത് എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ എന്തായാലും കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ റിവ്യൂ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഡെഫിനറ്റ് ആയിട്ട് മറക്കരുത്. ലൈക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.